വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കടുമാങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു അച്ചാറിൻ്റെ പ്രത്യേകത തന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ അടുപ്പിലിട്ട് ചൂടാക്കലോ വഴറ്റലോ യാതൊന്നും തന്നെ ഇല്ല. ഈ ഒരു അച്ചാർ ഉണ്ടാക്കാനായിട്ട് ഏറ്റവും നല്ലത് മൂവാണ്ടൻ മാങ്ങയാണ്. മൂവാണ്ടൻ മാങ്ങ ഈ രീതിയിൽ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇങ്ങനെ കട്ട് ചെയ്ത മാങ്ങ 1 കിലോ ആണുള്ളത്. ഫുള്ളായിട്ടുള്ള മാങ്ങ അല്ല കേട്ടോ, കട്ട് ചെയ്ത മാങ്ങ 1 കിലോ ആണുള്ളത്. ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. ഓരോന്നും എത്രത്തോളം വേണം, എങ്ങനെയൊക്കെയാണ് ഇത് എടുക്കേണ്ടതെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. ആദ്യം തന്നെ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില ഇതൊന്ന് ചോപ്പ് ചെയ്തുകൊണ്ട് വരാം. അതായത് 100 ഗ്രാം ഇഞ്ചിയും 100 ഗ്രാം വെളുത്തുള്ളിയും 1 പിടി കറിവേപ്പിലയുമാണ് എടുത്തിരിക്കുന്നത് ഈ 1 കിലോ മാങ്ങ അരിഞ്ഞതിന് വേണ്ടിയിട്ട്. ആദ്യം തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടി ഇതേപോലെ ചോപ്പ് ചെയ്ത് എടുത്തു വയ്ക്കുകയാണ് ചെയ്യേണ്ടത്. ഈ ഇൻഗ്രീഡിയൻസ് ചോപ്പ് ചെയ്ത് തന്നെ ചേർക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചോപ്പ് ചെയ്ത് ചേർക്കുന്നതുകൊണ്ട് തന്നെ ഈ പിക്കിൾ റെഡിയായിട്ട് വരുന്ന സമയത്ത് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ നല്ല ഫ്ലേവർ ഉണ്ടാവും ഈ മാങ്ങയ്ക്ക് വെക്കുക. ആദ്യം തന്നെ ഈ മാങ്ങ കഷ്ണങ്ങളിലേക്ക് ആ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സ്പൂൺ ഉണ്ടല്ലോ, ഒട്ടും തന്നെ വെള്ളമയം ഉണ്ടാവാൻ പാടില്ല. നല്ല ഡ്രൈ ആയിട്ടുള്ള സ്പൂൺ വെച്ചിട്ട് വേണം ഇത് മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട്. നല്ലോണം മിക്സായി വന്നതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കാശ്മീരി ചില്ലി പൗഡറാണ്. കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ഇതിലേക്ക് യൂസ് ചെയ്യുന്നത്. സാധാ മുളക് പൊടിയൊക്കെ ആണെങ്കിൽ നിങ്ങൾ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉലുവ പൊടിയും 1.5 ടീസ്പൂൺ കടുക് പൊടിച്ചതും 1.5 ടേബിൾ സ്പൂൺ കായപ്പൊടിയും ചേർത്ത് കൊടുക്കുക. കായപ്പൊടിയും നിങ്ങൾ ഉപയോഗിക്കുന്ന കായത്തിൻ്റെ ഫ്ലേവർ അനുസരിച്ച് കൂട്ടിയും കുറച്ചും എടുക്കുക കേട്ടോ. അടുത്തായിട്ട് പാകത്തിനുള്ള ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ ഉപ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾ ഒരു 2 സ്പൂണൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് ലാസ്റ്റ് ഉപ്പ് വേണമെങ്കിൽ മാത്രം പിന്നീട് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വിനാഗിരിയും 1 കപ്പ് വെളിച്ചെണ്ണയും ചേർത്ത് ഒന്ന് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1/2 കപ്പ് നല്ലെണ്ണയാണ്. നല്ലെണ്ണയും കൂടി ചേർത്ത് വീണ്ടും ഒന്ന് ഇളക്കി എല്ലാം കൂടി ഒന്നും കൂടി മിക്സ് ചെയ്യുക. എല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഉപ്പും പുളിയൊക്കെ പാകമാണോ എന്നുള്ളത്. അപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്ത സമയത്ത് എനിക്കൊരല്പം പുളി കുറവ് പോലെ തോന്നി. അതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും ഒരു 1/4 കപ്പും കൂടി വിനാഗിരി ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. വിനാഗിരി ഉപ്പൊക്കെ നിങ്ങൾ പാകത്തിന് ചേർത്ത് കൊടുത്തോളുക. ഇപ്പം ഞാൻ 1/4 കപ്പ് വിനാഗിരിയാണ് ചേർത്ത് കൊടുത്തതെന്ന് പറഞ്ഞാലും അത് ഓരോ ബ്രാൻഡ് അനുസരിച്ച് അത് മാറും. അപ്പോൾ നമ്മുടെ കടുമാങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ അച്ചാർ ഉണ്ടാക്കിയ ഉടനെ തന്നെ ഉപയോഗിച്ച് തുടങ്ങാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ പിക്കിൾ ഉണ്ടാക്കിയിട്ട് ഭരണിയിലോ അല്ലെങ്കിൽ ഗ്ലാസ് കണ്ടെയ്നറിലോ ഇട്ട് വെക്കുന്ന സമയത്ത് അതിൻ്റെ മുകളിൽ ഒരല്പം നല്ലെണ്ണയും കൂടി ഒഴിച്ചു വെക്കുക. അതിനുശേഷം നമ്മൾ എടുക്കുന്ന സമയത്ത് ഉണങ്ങിയ സ്പൂൺ ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ എടുക്കാനായിട്ട്. അങ്ങനെയാണെങ്കിൽ ഈ അച്ചാർ കുറേ നാൾ കേടാവാതെ ഇരിക്കും. അപ്പോൾ ഇതാണ് ഞാനിടുന്ന കടുമാങ്ങ അച്ചാറിൻ്റെ റെസിപ്പി. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം എല്ലാവരും കമൻറ്റിലൂടെ ഫീഡ്ബാക്ക് അറിയിക്കുക. മറ്റൊരു നല്ല റെസിപ്പിയായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക് യു. ബൈ.